ഇന്നലെ ഞങ്ങൾ കിടന്ന റൂം ഇതാണ്. ഇവിടെ പറഞ്ഞ് ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തെ റൂം തപ്പി. എല്ലാവരും പേടിക്കാതെ ധൈര്യമായിട്ട് യാത്ര ചെയ്യുക. EV ഉള്ളവർ ഫാമിലി ആയിട്ടോ അല്ലാതെ ഫാമിലി ആയിട്ട് എടുക്കുമ്പം നമ്മൾ 4 ദിവസം കൊണ്ടല്ല 5 ദിവസം കൊണ്ട് എത്തുന്നത് നിങ്ങൾ 6 ദിവസം കൊണ്ട് എത്തുമായിരിക്കും. അതിൽ കൂടുതൽ വേറെ മാറ്റങ്ങളൊന്നും വരാനില്ല. എല്ലാവരും ധൈര്യമായിട്ട് യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും പേടിക്കണ്ട. എല്ലാം കാരണം വെച്ചാൽ എല്ലാവരും ഈ കുറ്റം പറയുന്നെങ്കിലും നമ്മുടെ ടാറ്റയുടെ വണ്ടികൾ കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. മറ്റുള്ള വണ്ടിക്കാരും കൂടെ ഈ ഒരു കാര്യത്തിൽ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ റോഡ് ട്രിപ്പ് മൊത്തത്തിൽ കേരളത്തിൽ നിന്നുള്ളവരെയും കൊണ്ടൊരു കളിയായിരിക്കും. ചേട്ടാ, ഇത് യാത്രക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ വിശദീകരിക്കുന്നു. ഞാൻ ഈ യാത്രയ്ക്ക് വണ്ടി നമ്മൾ സർവീസ് ചെയ്തു. അതിൻ്റെ ഷോക്ക് അബ്സോർബർ മോശമായതുകൊണ്ട് അത് മാത്രം മാറി. ബ്രേക്ക് പാഡും മാറി. ഇത്ര ഓടേണ്ടതുകൊണ്ട് ബ്രേക്ക് പാഡ് മാറി. ഏകദേശം 1,00,000 കിലോമീറ്റർ ആകാറായിരുന്നു എൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ്. ബാക്കിലത്തെ തൊട്ട് മാറിയിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. ഷോക്ക് അബ്സോർബർ എല്ലാം കൂടെ ഒരു 8,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വന്നു. പിന്നെ നമ്മൾ 4 ടയർ മാറി. അത് MRFൻ്റെ വാണ്ടർ എന്ന് പറഞ്ഞ ടയറാണ്. കാരണം വെച്ചാൽ എനിക്ക് ആ ടയർ ഇട്ടിട്ടാണ് എനിക്ക് നല്ല മൈലേജ് വണ്ടിക്ക് കിട്ടിയിരുന്നത്. അതാണ് മെയിനായിട്ട് വണ്ടി സംബന്ധമായിട്ട് ചെയ്ത്. പിന്നെ ചാർജിങ് സ്റ്റേഷൻസൊക്കെ ഞാനൊരു മാസം മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച് ഏതൊക്കെയാണ് വർക്കിംഗ് ഏതൊക്കെയാണ് വർക്കിംഗ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ യാത്രയായിട്ട് മാച്ച് ചെയ്ത് പല പ്രാവശ്യം നോക്കി അത് ക്ലിയറാക്കി. അതുപോലെ പോകുന്ന വഴിക്ക് കാഴ്ചകളും എല്ലാം കാണാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ മെയിനായിട്ട് റോഡാണ്. റോഡിൻ്റെ 2 വശവും നല്ല രസമാണ് കാണാൻ. അപ്പം അങ്ങനെ മെയിനായിട്ട് കാണാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ തന്നെ കുറിച്ച് വെച്ചു. പിന്നെ വേറെ നമ്മുടെ ഒരു ബ്യൂട്ടൻ ഗ്യാസിൻ്റെ അടുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തെ അടുപ്പ് തന്നെ നമ്മൾ ഉണ്ടായിരുന്നതെടുത്തു. ഇത് വിജയവാഡയിൽ ഹോട്ടൽ കൊസല എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ ഏകദേശം ഒരു 190 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഏകദേശം 1,400 രൂപയ്ക്കടുത്താണ് നമുക്ക് റേറ്റ് വന്നേക്കുന്നത്. നമ്മൾ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് പറ്റിയതെന്നാന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്യാതെയാണ് പോയി കിടന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചാർജ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സമയം പോയി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഏകദേശം 490 കിലോമീറ്ററിൽ കൂടുതൽ ഓടിക്കാൻ പറ്റിയില്ല. അത് ഈ യാത്രയിൽ നഷ്ടം തന്നെയാണ്.
ഇത് നമ്മൾ ഗൗരവപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ചാർജ് സ്റ്റേഷനിലാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളിവിടെ അടുത്ത് തന്നെ GR പാർട്ടി സ്പേസ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അടിപൊളി ഭക്ഷണമുണ്ട്. പട്ടനാനും ആന്ധ്ര ചിക്കൻ കറി കഴിച്ചു. സൂപ്പർ സംഭവം.